ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കിടിലം ഫ്രീ ടൂളാണ്. ഇതിൻ്റെ പേര് ആക്റ്റീവ് പ്രസൻറ്റർ എന്നാണ്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയി ആക്റ്റീവ് പ്രസൻറ്റർ എന്ന് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അത് ആദ്യം കാണുന്ന ലിങ്കിൽ കയറുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഹോം സ്ക്രീനിൽ വരുമ്പോഴത്തേ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കാണാം. നിങ്ങൾ ജസ്റ്റ് അവിടെ പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേ മാക് OSനും വിൻഡോസിനും വേണ്ടി 2 വെർഷൻസ് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർഷൻ നിങ്ങളുടെ ഏതാണോ OS അതനുസരിച്ചുള്ള വെർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് വളരെ സിമ്പിളാണ്. ഇൻസ്റ്റാളേഷൻ വളരെ ചെറിയ സൈസുമാണ്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആക്സെപ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ്സിനുള്ളിൽ അത് ഇൻസ്റ്റാൾ ആയി തീരും. അതിനുശേഷം നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഐക്കൺ കിട്ടും. അതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ സൈഡിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് റെക്കോർഡ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. അതിൽ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പല ഓപ്ഷനും കാണാൻ പറ്റും. ഫുൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, കസ്റ്റം ഒരു പോർഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൻ്റെ ആ പോർഷൻ മാത്രമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, കസ്റ്റമാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ നമുക്കവിടെ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട്. ആ സെലക്ഷൻ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒരു ചെറിയ പോർഷൻ മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷമുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ വെബ് ക്യാം ഓണാക്കാനായിട്ടുള്ളതാണ്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് ഇപ്പോൾ യൂട്യൂബ് ചാനലിലും അതിലൊക്കെ കാണത്തില്ലേ, ഈ വീഡിയോയുടെ സൈഡിലായിട്ട് നമ്മൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ചെറിയ ടൈലായിട്ട് നമ്മുടെ സംസാരിക്കുന്ന വെബ് ക്യാമും കൂടെ ഓണാവും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓണാക്കി വെക്കുക. ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനും ഈ സോഫ്റ്റ്വെയറിൽ കിട്ടും. ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതിൻ്റെ അകത്ത് ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇനേബിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ഇതുണ്ടാവും, നമ്മുടെ വീഡിയോ അവിടെ കാണിക്കും. നിങ്ങളത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ ടൈലായിട്ട് കാണിക്കും. അതിനുശേഷമുള്ള ഓപ്ഷൻ വോയിസ് ആണ്. വോയിസ് ഓപ്പൺ ആക്കി വെക്കുക. അതിൻ്റെ സൗണ്ട് ഫുള്ള് വെക്കുക. അതിനുശേഷം റെക്കോർഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വാണിംഗ് വന്നെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു പോർഷനാണ് ഇപ്പം സ്ക്രീനിൻ്റെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വളരെ കുറവായിരിക്കും എന്നാണ് കാണിക്കുന്നത്. അത് എസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടൈമർ 1 2 3 കഴിയുമ്പോഴത്തേക്ക് അത് റെക്കോർഡ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് എന്താണോ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെമോയോ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കുറച്ച് റെക്കോർഡിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ എടുത്ത് ഓപ്പൺ ആക്കി നോക്കുന്നു. അതിനുശേഷം നമ്മൾ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റം ട്രേയിൽ ആക്റ്റീവ് ലിസണർ വന്ന് കിടപ്പുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സിസ്റ്റം ട്രേ അറിയാമല്ലോ, താഴത്തെ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഐക്കൺ വരും ആക്റ്റീവ് പ്രസൻറ്ററിൻ്റെ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റോപ്പ് ചെയ്യാനുള്ള. പോസ് ചെയ്തിട്ട് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതല്ല അത് ഡിസ്കാർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻറ്റു അടിച്ച് കളഞ്ഞാൽ അത് ഡിസ്കാർഡായി പോകും. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ വീഡിയോ നമുക്ക് ആക്റ്റീവ് ലിസണറിൻ്റെ അത് ഓപ്പൺ ആയി കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം, ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് ആക്റ്റീവ് ലിസണറിൻ്റെ ഒരു എക്സ്റ്റൻഷനിലായിരിക്കും കിടക്കുന്നത്. ഇതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാനും പറ്റും. നമുക്ക് ഈ എഡിറ്റിംഗ് ഒക്കെ ഇവിടെ വളരെ സിമ്പിളായിട്ട് നടക്കും. കാരണം ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ താഴെ ഒരു സ്റ്റാറ്റസ് ബാർ കാണാൻ പറ്റും. അതുപോലെ ഇൻസേർട്ടിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എഡിറ്റ് ചെയ്യാനായിട്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇത് ഈ ഫ്രീ ടൂളാണിത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ ആ താഴെ ഒരു സ്റ്റാറ്റസ് ബാർ കാണിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ടൈം ലൈനാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ നമ്മുടെ വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ പോർഷൻ ഇപ്പോൾ കട്ട് ചെയ്ത് കളയണമെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്ക് തന്നെ ഇവിടെ കൊണ്ടുവെക്കുക. അത് ജസ്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ 2 ലൈൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീനും ഒരു യെല്ലോ പോലത്തെ ഒരു ലൈനും കാണിക്കും. ആ യെല്ലോയിൽ പിടിച്ച് അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം സെലക്ട് ആവും. കണ്ടോ, ഇനി നമുക്ക് ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ മുകളിൽ ഡിലീറ്റ് ബട്ടണുണ്ട്. അതിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുമ്പോൾ അത് കാണിക്കും എന്തിനുള്ള ബട്ടണാണെന്നുള്ളത്. കണ്ടോ, ഡിലീറ്റ്. ജസ്റ്റ് അവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോർഷൻ പോയി. കണ്ടോ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ ഇല്ല. കണ്ടോ, ജസ്റ്റ് നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, ആ പോർഷൻ പോയി. ഇതുപോലെ നമുക്കിപ്പോൾ ഒരു പാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യണം. ഇപ്പോൾ ഈ ഐക്കൺസ് സൂം ചെയ്യണം. അതിനെല്ലാം ഉള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ട് വീഡിയോയുടെ ഒരു പാർട്ട് സൂം ചെയ്യണമെങ്കിൽ തന്നെ ഇൻസേർട്ടിൽ പോവുക. അതിന് ആ എൻഡിലേക്ക് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്യുക. എൻഡിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഏതാണ്ട് സൂം ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സ്ക്വയർ വന്നിരിക്കുന്നുണ്ടോ. നമുക്ക് എവിടെയാണോ സൂം ചെയ്ത് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ അതാണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനെ ഡ്രാഗ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവെക്കുക. കണ്ടോ, ഇപ്പോൾ ഞാൻ സെൻറ്ററിലേക്ക് വെക്കുകയാണ് ജസ്റ്റ്. അതിനുശേഷം അതിൻ്റെ താഴെ ഒരു ടൈം ലൈൻ കാണിക്കുന്നുണ്ട്. എത്ര നേരം അത് സൂം ഔട്ട് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ കുറച്ച് അങ്ങോട്ട് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ അങ്ങോട്ട് ഫുള്ള് സൂം ചെയ്ത് കാണിക്കാനാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. കണ്ടോ, ആ പോർഷൻ അത് അത്രയും സൂം ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ ആ സൂം ചെയ്ത് കൊടുത്തത്. ആ ഭാഗം എത്തിയപ്പോഴത്തെ അത് സൂം ആവുന്നുണ്ടോ, സൂമായി വരും.
ഇതുപോലുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൂളാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് കണ്ടോ, ഇപ്പം നമ്മുടെ ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ പ്ലേ ചെയ്തത്. കണ്ടോ, ജസ്റ്റ് ഇപ്പം സൂം ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് വീഡിയോ ആക്കി മാറ്റാനായിട്ട് പറ്റും. അതിന് നമുക്ക് അതിൻ്റെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ടിൻ്റെ മെനു മുകളിൽ എക്സ്പോർട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം വീഡിയോ, ഇവിടെ കണ്ട ഒരു രണ്ടാമത്തെ ഓപ്ഷൻ വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അവിടെ MP4 ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ഏത് MP4 പല ഫോർമാറ്റ് ഉണ്ട്. നമുക്ക് MP4 സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡെസ്റ്റിനേഷൻ ഏത് ഫോൾഡർ വേണമെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അതിനുശേഷം ഒരു പേര് കൊടുക്കുക. പേര് കൊടുത്തിട്ട് നമുക്കത് MP4 ആയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് അതിനെ സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എഡിറ്റ് ചെയ്ത ആ വീഡിയോയെ നമുക്ക് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് എക്സ്പോർട്ടായി വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. അതിനുശേഷം ഇപ്പോൾ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അത് ആ ഫോൾഡർ ഓപ്പൺ ആക്കണോ എന്നാണ് ചോദിക്കുന്നത്. വേണ്ട, നോ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ എസ് കൊടുക്കാം, നോ വേണേൽ നോ കൊടുക്കാം. എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പോഴേ പ്ലേ ആവും. അപ്പം ഞാനിപ്പോൾ അവിടെ പോയി ഡെസ്ക്ടോപ്പിൽ വന്നപ്പോഴത്തെ ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയ ആ വീഡിയോ ആണ്. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത വീഡിയോ അത് ജസ്റ്റ് പ്ലേ ചെയ്യുവാണ്. പ്ലേ ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോയ്ക്കകത്തുണ്ട് നമ്മൾ ആ ചെയ്ത സംഭവങ്ങളെല്ലാം ഇനി സൂം ഔട്ട് ആയി വരുന്നതും എല്ലാം ആ വീഡിയോ അതുപോലെ നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പോൾ നമുക്ക് MP4 ആയിട്ട് ആ വീഡിയോ കിട്ടി. ഇത് നമുക്ക് യൂട്യൂബിലൊക്കെ ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച്.